വീഡിയോ nel suo responsa suo caristo Maria Correden Hogano Krishna Prana Paramisesham Urshini Bhagavana Mugodu Naranu That Saitanya Vijapudana Pavatinadikula That Father that Anyai Marikapur And the Shishimari and the Veneration നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങളത് പ്രവേശിക്കുമ്പോഴും കഴുതക്കുട്ടിയെ കെട്ടിവയ്ക്കുന്നതായി കാണും. അതിന്റെ പുറത്ത് ഒരിക്കലും ആരും ഒരു നാട് കയറിയിട്ടില്ല. അതിനെ അടിച്ചുകൊണ്ടുവരികയും എങ്ങനെയാണ് നിങ്ങൾ ഇനി അടിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് പറയുകയും എന്ന് പറഞ്ഞു. ആ അയക്കപ്പെട്ടവർ പോയി പറഞ്ഞിരിക്കുന്ന പ്രകാരം ചെയ്യുകയും ചെയ്തു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നുവെന്ന് അനുഭവിച്ചു. അവരോട് നിങ്ങളുടെ കർത്താവിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർ അന്വേഷണത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ച് യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങളെ വൈകിച്ചു. സൈറ്റ് പർവ്വതത്തിന്റെ ഇറക്കത്തോടടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത ശക്തിയെ കുറിച്ച് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പൂക്കൾ ഉപയോഗിക്കാം. ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് മാറ്റപ്പെട്ടവരാകുന്നു. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവരാകുന്നു. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവരാകുന്നു. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ഇങ്ങനെ അവർ പറഞ്ഞു തുടങ്ങി. പരീക്ഷന്മാരിൽ ചിലർ പുരുഷാരങ്ങളെ ഇടയിൽ അവനോടൊപ്പം എന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അവനോട്
ഇവർ ഉണ്ടായിരുന്നാൽ കല്ലുകളാർത്തുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശൈലവസ്ത്രമോ പർവ്വതത്തിന് സമീപമുള്ള ബെത്ഫാഗയ്ക്കും ബെത്അനിയായും വരെ യെരൂശലേമിനെ സമീപിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയക്കുകയും അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു: നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങൾ അതിൽ പ്രവേശിച്ച ഉടനെ കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നതായി കാണും. ഇതിൽ ഒരു മനുഷ്യൻ അതിന്റെ പുറത്തു കയറിയിട്ടില്ല. നിങ്ങൾ അതിനെ അയച്ചു കൊണ്ടുവരികയും നിങ്ങൾ എന്തിനു ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിന് ആവശ്യമുണ്ട് എന്ന് പറയുകയും ഉടനെ അവർ അതിനെ ഇതിലേക്ക് വിട്ടയക്കും. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽ കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയെ കണ്ടു. അതിനെ അടിക്കവേ അവിടെ നിന്നവരിൽ ചിലർ നിങ്ങൾ കഴുതക്കുട്ടിയെ അടിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അവർ യേശു തമ്പുരാൻ കൽപ്പിച്ച പ്രകാരം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അനന്തരം അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിക്കുകയും യേശു അതിന്മേൽ കയറുകയും ചെയ്തു. പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിക്ക് വിരിച്ചു. ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് ചെറു ശാഖകൾ വെട്ടിയെടുത്ത് വഴിയിൽ വിതറി. അദ്ദേഹത്തിന് മുമ്പേയും പുറകെയുമുള്ളവർ പ്രകാരം ആർത്തു വിളിച്ചു പറഞ്ഞു: കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, ഉന്നതങ്ങളിൽ ഈശാന. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് സർവ്വം കണ്ടു. സന്ധ്യാസമയമായപ്പോൾ അദ്ദേഹം 12 പേരോടുകൂടെ ബെത്അനിയായിലേക്ക് പോയി. പിറ്റേ ദിവസം ബെത്അനിയായിൽ നിന്ന് പോരുമ്പോൾ അദ്ദേഹത്തിന് വിശന്നു. ഇലകളുള്ളതായ ഒരു തീർത്ഥവൃക്ഷം ദൂരെ കണ്ടിട്ട് അതിൽ വല്ലതും കണ്ടേക്കാമെന്ന് വെച്ച് അതിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഇലകളില്ലാതെ അതിലൊന്നും കണ്ടില്ല. എന്നാൽ അത് തീർത്ഥപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അദ്ദേഹം അതിനോട് ഇന്നേക്കും ഒരുവനിൽ നിന്ന് ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അത് കേട്ടു. പിന്നെ അവർ യെരൂശലേമിൽ ചെന്നു. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. നാണയം മാറുന്നവരുടെ മേശകളെയും
പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ടു. ദേവാലയത്തിനകത്തു കൂടി ഒരുവനും സാമാനങ്ങൾ കടത്തിക്കൊണ്ട് പോകുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഭവനം സകല ജനങ്ങൾക്ക് പ്രാർത്ഥനാ ഭവനമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. എന്നാൽ നിങ്ങളാകട്ടെ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. പ്രധാനാചാര്യന്മാരും ശാസ്ത്രാധ്യാപകരും അത് കേട്ടിട്ട് അദ്ദേഹത്തെ എങ്ങനെ ഹരിക്കേണ്ടു എന്നാരാഞ്ഞു. എന്നാൽ ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചിരിക്കുന്നത് കൊണ്ട് അവർ അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. സ്വകാര്യ